തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ചരിത്ര വിജയം ആണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 100ഇടത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 50 ഡിവിഷനുകളിൽ ബി.ജെ.പി വിജയിക്കുകയും അങ്ങനെ വി രാജേഷ് മേയറായി ചുമതലയേറ്റു. ഡെപ്യൂട്ടി മേയറായി ആശാനാഥും എത്തുന്നു. അവിടെ അധികവും ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു ശ്രീലേഖ IPSൻ്റേത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടം മുതൽ ആ പേര് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം അവരൊരു IPS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അവർ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഒക്കെ ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കമുള്ള ചില പ്രവർത്തികൾ ഇപ്പോൾ പോസ്റ്ററുകളിൽ IPS എന്നതുകൂടി ചേർത്തിരുന്നു. അത് പിന്നീട് നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ അന്ന് ചില പ്രവചന ഫലങ്ങൾ പുറത്തുവിട്ടത് വിവാദമായ സാഹചര്യമുണ്ടാകുന്നു. അതിനുശേഷം തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖ എത്തുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ പേരുകളിന് വലിയ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള വി രാജേഷിനെ തന്നെയാണ് മേയറായി ചുമതലപ്പെടുത്തുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയത് ശ്രീലേഖ തന്നെയായിരുന്നു. BJP ക്യാമ്പിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ ഒരു നീക്കം അതിനെ BJP പണി തുടങ്ങി എന്ന നിലയിൽ തന്നെ, അതായത് മറ്റു പല സംസ്ഥാനങ്ങളിലും BJP ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലും കണ്ടത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞ സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അത് മറ്റൊന്നുമല്ല, വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള വ്യക്തിയുടെ ഓഫീസ്, MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയിരുന്നു. അവിടെ നിന്ന് ഒഴിയാൻ സാധിക്കുമോ എന്ന് ശ്രീലേഖ IPS കൗൺസിലർ ആയിട്ടുള്ള ശ്രീലേഖ ചോദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയം. എന്തായാലും അതിപ്പോൾ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിന് നമുക്ക് ആ വിവാദം എന്നതിന് അപ്പുറത്ത് അതിന് രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ആ രാഷ്ട്രീയ സ്വഭാവത്തെ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില ഇൻഫർമേഷനുകൾ ഞാൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ 14 നിയമസഭാ സീറ്റുകൾ ആണ് ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തിരുവനന്തപുരം ഒന്നടങ്കം ഇടതുപക്ഷത്തിനോട് ഒപ്പം നിന്നു എന്നുള്ളതാണ്. 14 നിയമസഭാ സീറ്റുകളിൽ 13ഇടത്തും വിജയിക്കാൻ സാധിച്ചത് LDFനായിരുന്നു. ഒരു തരംഗം തന്നെ. തിരുവനന്തപുരത്തെ പല മേഖലകളുമൊക്കെ കോൺഗ്രസിൻ്റെ കുത്തകകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ K മുരളീധരനെ പോലെയുള്ള, അന്തരിച്ച G കാർത്തികേയനെ പോലെയുള്ളവരൊക്കെ വിജയിച്ചു വന്നിരുന്ന, K കരുണാകരനെ പോലെയുള്ളവർക്ക് വിജയിച്ചു വന്നിരുന്ന ഇടങ്ങൾ, വട്ടിയൂർക്കാവ് പോലെയുള്ള പ്രദേശങ്ങൾ, അതൊക്കെ എല്ലാ കാലവും മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം അല്ലെങ്കിൽ പുനർനാമകരണത്തിന് മുമ്പ് പോലുമൊക്കെ എപ്പോഴും കോൺഗ്രസിന് കൈകൊടുത്തിരുന്ന ഇടമാണ്. 2021 തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ LDF 13 സീറ്റുകളിൽ വിജയിച്ചു. UDFന് ഒരേ ഒരു സീറ്റ് മാത്രമാണ്, കോവളത്ത് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. NDA ആകട്ടെ 0 എന്നതാണ്. അതായത് നേമത്തായിരുന്നു ഒരു അക്കൗണ്ട് ഉള്ളത്. അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ അക്കൗണ്ട് ഞങ്ങളങ്ങ് പൂട്ടിച്ചു എന്നേക്കുമായി എന്നാണ് പറയുന്നത്. ഇതാണ് 2021 സാഹചര്യം. എന്നാൽ ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ, അതായത് MLAയുടെ ഓഫീസ്, VK പ്രശാന്തിൻ്റെ ഓഫീസ്, ആ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ശ്രീലേഖ IPSുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കങ്ങൾ. അതിലേക്ക് വരുന്നതിന് മുമ്പ് വട്ടിയൂർക്കാവിൽ 2021 എന്താണ് സംഭവിച്ചത്? അവിടെ VK പ്രശാന്ത് LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. VK പ്രശാന്താണ് അവിടെ വിജയിച്ചത്. 61,111 വോട്ടുകളാണ് വട്ടിയൂർക്കാവിൽ 2021 VK പ്രശാന്ത് നേടിയത്. രാഷ്ട്രീയ എതിരാളിയായിരുന്ന വി രാജേഷ്, എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, വി രാജേഷ് 39,596 വോട്ടുകൾ നേടി. അതായത് നിലവിൽ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആയിട്ടുള്ള വി രാജേഷ് ആയിരുന്നു അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. 2ാം സ്ഥാനത്ത് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിയത് വി രാജേഷാണ്. പ്രിയ പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഈ VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മേയർ എന്ന നിലയിൽ, മേയർ ബ്രോ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ പ്രളയകാലത്തടക്കം VK പ്രശാന്തിൻ്റെ പ്രവൃത്തികളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് വലിയ തോതിൽ സാധന സാമഗ്രികളൊക്കെ പ്രളയ മേഖലകളിലേക്കൊക്കെ എത്തിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ സജീവമായ ഒരു ഇടപെടൽ, വലിയ പ്രതിച്ഛായയൊക്കെ നേടിക്കൊണ്ടാണ് 2019 ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. അതിനുശേഷം 2021 വളരെ കൃത്യമായൊരു സാന്നിധ്യമായി നിലനിൽക്കൊള്ളുക എന്നത് മാത്രവുമല്ല, മികച്ച ഭൂരിപക്ഷത്തിന്, വലിയ ഭൂരിപക്ഷത്തിന് 2019 പ്രകടനം മെച്ചപ്പെടുത്തിയാണ്
VK പ്രശാന്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമ്മൾ 2016 എന്തായിരുന്നു സാഹചര്യം എന്നുകൂടി നോക്കണമല്ലോ. അവിടെയാണ് കോൺഗ്രസ് വലിയ തങ്ങളുടെ കുത്തക എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരിടമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടത്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ആയിരുന്നു അന്ന് വട്ടിയൂർക്കാവിലെ MLA. 51,322 വോട്ടുകൾ ആണ് ആ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ നേടിയത്. അവിടെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, രണ്ടാം സ്ഥാനത്ത് ആരാണ്? കുമ്മനം രാജശേഖരൻ എന്ന BJPയുടെ ഒരു കാലത്തെ മുഖം, ഇപ്പോഴും BJPയുടെ മുഖം തന്നെയാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, സ്വാത്വികനായ വ്യക്തിത്വം എന്ന ഒരു ഇമേജുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ O രാജഗോപാലിന് ശേഷം BJPയിൽ നിന്ന് ഒരു MLA ഉണ്ടാവുക കുമ്മനം രാജശേഖരനിലൂടെ ആയിരിക്കുമെന്ന് പൊതുവെ നിരീക്ഷിച്ചിരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് കുമ്മനം രാജശേഖരൻ തള്ളപ്പെട്ടത്. CPMന്റെ TN സീമയ്ക്ക് 40,000 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. ഇവിടെ ഭൂരിപക്ഷം എന്നത് ഏതാണ്ട് 8,000 വോട്ടുകൾ മാത്രമായിരുന്നു എന്നതുകൂടിയാണ് പ്രേക്ഷകർ ഓർക്കേണ്ടത്. ഇനി നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2019 പോകുന്നു. അവിടെയാണ് VK പ്രശാന്തിന് MLA സ്ഥാനത്തേക്ക്, മേയറിൽ നിന്ന് MLA സ്ഥാനത്തേക്കുള്ള ഒരു കടന്നുവരവിന് കൂടി അവസരം ലഭിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. കാരണം മുരളീധരൻ ലോക്സഭയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ ആണ് 2019 അങ്ങനെ ഒരു വേക്കൻസി വന്നത്. അവിടെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷം സീറ്റ് പിടിച്ചു എന്നതാണ്. VK പ്രശാന്ത് 54,830 വോട്ടുകൾ ആണ് നേടിയത്. K മോഹനകുമാർ ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ആ സമയത്ത് S സുരേഷ് NDAയുടെ സ്ഥാനാർത്ഥി 27,425 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് ആണ് പോയത് എന്നതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇങ്ങനെയാണ് എന്നത് പ്രേക്ഷകർ ഓർക്കുക. ഒപ്പം ഇതിനിടയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ കൂടി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രേക്ഷകരോട് ആവർത്തിക്കേണ്ടത്, ശശി തരൂരും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും ഇഞ്ചോടിഞ്ച് പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ബൂത്തുകളിലും ഏതാണ്ട് 20,000 വോട്ടുകൾ വരെ മുന്നിലെത്തിയ ശേഷമാണ് പിന്നീട് പിന്നിലേക്ക് പോവുകയും ശശി തരൂർ വിജയിക്കുകയും ചെയ്തത്. അവിടെ വട്ടിയൂർക്കാവുന്ന നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു മുന്നിൽ നിന്നത്. 53,025 വോട്ടുകൾ ആണ് രാജീവ് ചന്ദ്രശേഖർ നേടിയത്. വിജയിച്ച ഇപ്പോഴത്തെ MP ആയിട്ടുള്ള ശശി തരൂരിന് 44,863 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. ഏതാണ്ട് 9,000-ഓളം വോട്ടുകളുടെ ലീഡ് NDAക്ക് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് 28,336 എന്ന നിലയിലേക്ക് ചുരുങ്ങിപ്പോയ സാഹചര്യം കൂടി ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് വട്ടിയൂർക്കാവിൻ്റെ രാഷ്ട്രീയം എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പോര്, അതായത് നിലവിലെ സാഹചര്യത്തിൽ ഈ പോരിനെ നമുക്ക് വെറും പോരായി മാത്രം കണ്ടാൽ പോരാ, അതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് എന്നത് വ്യക്തമാണ്. നമ്മൾ VV അരുണിലേക്ക് തന്നെയാണ് പോകുന്നത്. അരുണിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞങ്ങൾ പങ്കുവെച്ച ഡേറ്റ എന്നത് കേരളത്തിലെ 34 മണ്ഡലങ്ങളിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു മണ്ഡലം എന്നത് എടുത്തു പറയേണ്ടത് വട്ടിയൂർക്കാവ് കൂടിയാണ്. അവിടേക്ക് ശ്രീലേഖയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതുകൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്. ഈ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത് എന്നത് ആണ് പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടിയാണ് നമുക്ക് ചേർത്ത് വെച്ച് പോകേണ്ടതായി വരുന്നത്. അവിടെ എടുത്തു പറയേണ്ടത്, ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ BJP എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ BJP വെറുതെ ഈ കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണം എന്ന് പറയുകയാണോ എന്നതിനപ്പുറത്ത് എന്തുകൊണ്ട് ഒഴിയണം എന്ന് പറയുന്ന ചില സാമ്പത്തിക വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അത് മേയർ തന്നെ പറഞ്ഞതാണ്. എന്താണ് മേയർ പറഞ്ഞത് എന്ന് കേൾക്കാം. ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിങ് 832 രൂപയ്ക്ക് ശാസ്തമംഗലം പോലത്തെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ എവിടെ കിട്ടും? ഇന്നലെ മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരാലും കൊണ്ട് അറിയാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ മുതൽ 50-60 രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട്. 300 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 50 രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും? 300 സ്ക്വയർ ഫീറ്റ് 50 രൂപ വെച്ചാണെങ്കിൽ 15,000 രൂപ വരും. 15,000 രൂപ 15,000 രൂപ കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ MLA ഓഫീസുമായിട്ട് കമ്പയർ ചെയ്യല്ല, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക്, ഞാൻ വേറെ പോയിന്റോട്ടാണ് ഇപ്പോൾ പറയുന്നത്, കോർപ്പറേഷനിലെ 100 കണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്.